പ്രാചീന മഹർഷിമാരുടെ ജീവിതചര്യകളിൽ നാം ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. എന്നാൽ അവരെല്ലാം ശ്രേഷ്ഠന്മാരാവുകയും ചെയ്തു. കാരണം അവർക്ക് ലൗകിക ഭ്രമം മറികടന്ന് ഈശ്വരനെ ധ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നു. അതില്ലാത്ത ആധുനിക ഗൃഹസ്ഥന് ആരാധനയ്ക്ക് ക്ഷേത്രങ്ങൾ അനിവാര്യമാണ്. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. ഇത് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. സർവ അഭീഷ്ടപ്രദായകനായ സാക്ഷാൽ ശ്രീ അനന്ത പത്മനാഭസ്വാമി ശ്രീദേവി സമേതനായിരുന്ന് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ദേവസ്ഥാനമത്രേ അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ ഭാർഗവൻ ഭൂവിൽ പിറന്നു. കാസർഗോഡ് ജില്ലയിലെ പുത്തികൈ പഞ്ചായത്തിലാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അത്യപൂർവമായ സർപ്പക്കെട്ട് ശൈലിയിൽ ചുവന്ന കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മതിലുകൾ കടന്നാണ് അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം. മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാലും ദേവാലയം മുഴുവനായി കാണുവാൻ സാധിക്കുകയില്ല. ദേവദർശനം പിന്നെയും നിഗൂഢമായിരിക്കും. ക്ഷേത്ര കവാടം കടന്നു കഴിഞ്ഞാൽ വിശാലമായ രാജാങ്കണവും കല്ലുകൾ നിറഞ്ഞ പ്രധാന കവാടവും ബലിക്കല്ലിനടുത്തുള്ള പടികളും കടന്നു വേണം അനന്തപുരം ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് എത്തുവാൻ. എത്രയും ദർപ്പമോടെ ധാത്രിവാണിയിടും ക്ഷത്രിയ ഗോത്രം. ദ്വാപരയുഗത്തിൽ വില്ലുമംഗലം സ്വാമിയാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വില്ലുമംഗലം തപസ് ചെയ്തിരുന്നുവെന്നും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തിയാണെന്നുമാണ് ഐതിഹ്യം. അനന്തപുരത്തിന്റെ പഴയ പേര് വില്ലുമംഗലം എന്നായിരുന്നുവെന്നും വില്ലുമംഗലത്ത് ജനിച്ച സന്യാസി വര്യനാണ് പിന്നീട് വില്ലുമംഗലത്ത് സ്വാമിയാരായി മാറിയതെന്നുമാണ് വിശ്വാസം. വിഷ്ണു ഭഗവാന്റെ അനന്യഭക്തരായി ഭഗവാനെ നിത്യവും ഉപാസിച്ചു വന്നിരുന്ന വില്ലുമംഗലം സ്വാമികളെ പൂജാതി കർമ്മങ്ങളിൽ സഹായിക്കുന്നതിനായി പതിവായി ഒരു ബാലൻ ഇവിടെ എത്തിയിരുന്നു. ആ ബാലൻ ആരാണെന്നോ എവിടെ നിന്നാണ് അവിടെ എത്തിയിരിക്കുന്നതെന്നോ സ്വാമികൾ അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം സ്വാമികൾ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയിരുന്നപ്പോൾ ബാലൻ വന്ന് ചില കുസൃതികൾ കാണിക്കുകയുണ്ടായി. പൂജാ സാമഗ്രികൾ എടുത്ത് കുസൃതി കാട്ടിയ ബാലനെ സ്വാമികൾ തന്റെ ഇടം കൈകൊണ്ട് തള്ളി മാറ്റുകയുണ്ടായി. ആ തള്ളലിന്റെ ശക്തി എന്നോണം ബാലൻ ദൂരേക്ക് തെറിച്ചു വീഴുകയുണ്ടായി. ബാലൻ ദൂരെ ചെന്ന് വീണ സ്ഥലത്ത് ഉടൻ തന്നെ ഒരു വലിയ ഗുഹ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. കാര്യം മനസ്സിലാക്കിയ ദീർഘജ്ഞാനിയായ വില്ലുമംഗലം സ്വാമിയാർ കുട്ടിയെ എടുക്കുവാനായി പെട്ടെന്ന് തന്നെ ഗുഹയുടെ സമീപത്തേക്ക് വന്നു. എന്നാൽ സ്വാമിയാർക്ക് ബാലനെ അവിടെ എങ്ങും കാണാൻ കഴിഞ്ഞില്ല. പകരം ഓംകാരത്തിന്റെ ഒരു വലിയ ജ്യോതിർലിംഗം അവിടെ പ്രത്യക്ഷമാവുകയും പശ്ചാത്താപ വിവശനായ സ്വാമികൾ ആ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുകയും ചെയ്തു. സ്വാമികൾ ജ്യോതിയെ പിടിക്കുവാനായി മുന്നോട്ടായുമ്പോഴെല്ലാം അത് നീങ്ങി നീങ്ങി പോവുകയും ചെയ്തു. ഗുഹയിലൂടെ നീങ്ങിയ ജ്യോതി പടിഞ്ഞാറേ കടൽക്കരയിൽ ഇപ്പോഴത്തെ മൊഗ്രാൽ എന്ന പ്രദേശത്തിനടുത്ത് കാണപ്പെടുകയുണ്ടായി. അതിനെ സ്വാമികൾ ദിവസങ്ങളോളം പിന്തുടർന്നുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് എത്തിച്ചേർന്ന ആ ദിവ്യ തേജസ് പഴയ ബാലന്റെ രൂപത്തിൽ സ്വാമികൾക്ക് ദർശനമരുളുകയുണ്ടായി. ഉടൻ തന്നെ തന്റെ ആരാധ്യനായ വിഷ്ണു ഭഗവാന്റെ ദർശനവും അദ്ദേഹത്തിനുണ്ടായി. തന്റെ കൃത്യമോർത്ത് മനസ്താപം പൂണ്ട സ്വാമികളെ ഭഗവാൻ സാന്ത്വനിപ്പിക്കുകയുണ്ടായി. കാലത്തിന്റെ നിയോഗമനുസരിച്ച് എല്ലാം നടക്കണമെന്നും അതുകൊണ്ടാണ് ഈ സംഭവം നടന്നതെന്നും ഇതിൽ തെറ്റൊന്നുമില്ലെന്നുമുള്ള അശരീരി കേൾക്കെ സ്വാമികൾക്ക് ദിവ്യജ്ഞാനമുണ്ടായി. ഈ സമാഗമം നടന്ന സ്ഥലമാണ് പിന്നീട് അനന്തൻകാട് എന്നറിയപ്പെട്ടതും അത് പിൽക്കാലത്ത് തിരുവനന്തപുരമായി പ്രശസ്തിയാർജിച്ചതും.
കിഴക്കോട്ട് ദർശനമായിരുന്നാണ് ശ്രീ അനന്ത പത്മനാഭസ്വാമി ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുന്നത്. കടുശർക്കര യോഗം എന്ന പുരാതന വിഗ്രഹ ശൈലിയിലാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. മുനിശ്രേഷ്ഠന്മാരുടെ തപോശക്തി മൂലം ഭഗവാന്റെ അസ്തിത്വം അതിന്റെ സിദ്ധാന്തമനുസരിച്ച് പരിവർത്തനം ചെയ്തപ്പോൾ ഉണ്ടായ ശൈലിയത്രേ കടുശർക്കര യോഗം. അനന്തപുരം ക്ഷേത്രത്തിലെ പുരാതന വിഗ്രഹങ്ങൾ കടുശർക്കര യോഗത്താൽ നിർമ്മിതമായതിനാൽ കാലപ്പഴക്കത്താൽ ചില ന്യൂനതകൾ കണ്ടുവന്നിരുന്നു. 1976 നടന്ന നവീകരണ കലശത്തിന്റെ ഭാഗമായി ഈ പുരാതന വിഗ്രഹങ്ങൾ ശ്രീകോവിലിൽ നിന്നും എടുത്ത് ജലാധിവാസം ചെയ്തു. ഈ സ്ഥാനത്ത് പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിക്കുകയും ചെയ്തു. ഗരുഡന്റെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ ശിലയിൽ തീർത്ത് പ്രതിഷ്ഠിക്കുകയുണ്ടായി. നാഗകന്യകമാരുടെ രൂപങ്ങൾ മരം കൊണ്ട് പണിത് ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. കലശത്തിനു ശേഷം കണ്ട ദോഷപരിഹാരത്തിനായി ദേവപ്രശ്നം നടത്തിയപ്പോൾ അതിൽ വിഗ്രഹമാറ്റം പ്രധാന ദോഷമായി കണ്ടു. മുൻപുണ്ടായിരുന്ന കടുശർക്കര യോഗത്തിൽ തന്നെ 7 വിഗ്രഹങ്ങൾ നിർമ്മിക്കണമെന്ന് പ്രശ്നത്തിൽ തെളിയുകയുണ്ടായി. കടുശർക്കര യോഗത്തിലുള്ള വിഗ്രഹങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് ബഹുബേര വിധാനത്തിൽ പൂജ ചെയ്യണമെന്ന് പ്രശ്നത്തിൽ വിധിയുണ്ടായി. ശ്രീരാമചരിതം മൊഴിയും നാവിലമൃതം ശ്രീരാമചരണം പണി. ബഹുബേര വിധാനത്തിൽ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹങ്ങളിൽ അഭിഷേകം പതിവല്ല. എന്നാൽ അഭിഷേക വിഗ്രഹങ്ങൾ പ്രത്യേകമായുണ്ട്. ശ്രീകോവിലിൽ നിന്ന് ഇതിനെ പുറത്തു കൊണ്ടുവന്ന് അഭിഷേകം ചെയ്ത് വീണ്ടും യഥാസ്ഥാനത്ത് വച്ച് പൂജിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആത്മാവും ദേഹവും വേറെ വേറെയായിട്ടാണ് ഇരിക്കുന്നത് എന്നാണ് സങ്കല്പം. എന്നാൽ ഏകബേര വിധാനത്തിൽ ദേഹിയും ദേഹവും ഒരേ വിഗ്രഹത്തിലാണ്. വളരെ വിസ്താരമേറിയ കറുത്ത പാറക്കല്ലിന്റെ മധ്യത്തിലായി തടാകം നിർമ്മിച്ച് അതിന്റെ മധ്യത്തിലാണ് അനന്ത പത്മനാഭസ്വാമി കുടികൊള്ളുന്നത്. വൈകുണ്ഠ സദൃശമായ ദേവാലയത്തിൽ ആദിശേഷന്റെ മുകളിൽ ശ്രീമത് നാരായണൻ, ശ്രീദേവി ഭൂദേവിമാർ ഇരുവശങ്ങളിലുമായി ഉപവിഷ്ടനായിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടുത്തെ അനന്ത പത്മനാഭസ്വാമിയുടെ വിഗ്രഹം. സർവ അഭീഷ്ട സിദ്ധിക്കായി നടത്തിവരുന്ന ശാശ്വത പൂജ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ്. കുളത്തിലെ മുതലയ്ക്ക് നിത്യവും നിവേദ്യം നൽകുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമത്രേ. ഉച്ചപൂജയ്ക്ക് ദേവന് നിവേദിച്ച ചോറ് നിത്യവും ക്ഷേത്ര ജീവനക്കാർ മുതലയുടെ ഗുഹയ്ക്കരികിലെത്തി നൽകുകയാണ് പതിവ്. കുളത്തിന്റെ തെക്കു പടിഞ്ഞാറേ മൂലയിലായി പുരാതന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഗോശാല കൃഷ്ണ ക്ഷേത്രവും കുടികൊള്ളുന്നു. അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുൻപ് തന്നെ ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിശ്വാസം. കയ്യിൽ കോൽ പിടിച്ചു നിൽക്കുന്ന സുന്ദരമായ കറുത്ത ശിലയിൽ നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ ഗോശാല കൃഷ്ണന്റേത്. സർവാഭീഷ്ടനായ ഈ ഗോപാലകൃഷ്ണ വിഗ്രഹം നിർവിഘ്നം ഭക്തന്മാർക്ക് പുരാതന കാലം മുതൽക്ക് തന്നെ അഭയം നൽകിക്കൊണ്ടിരിക്കുന്നു. അനന്തപുരം ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി പ്രവേശന കവാടത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന വനശാസ്താവ് ഈ പ്രദേശത്തിന്റെ ചൈതന്യം കൂടിയാകുന്നു. വിശാലമായ തറയുടെ മുകളിൽ കരിങ്കല്ലിൽ തീർത്ത ശില്പം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഓം വഴി കാട്ടിടേണം ദുർമതത്താലേ മാർഗം മധ്യത്തിൽ മുട്ടും നേരം. ശ്രീ വനശാസ്താ സന്നിധാനത്തിൽ വേട്ടയ്ക്കൊരു മകൻ ദൈവത്തിന്റെ സാന്നിധ്യവുമുണ്ട്. ശ്രീ വനശാസ്താവിന്റെ പടിഞ്ഞാറു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കുളത്തിലെ ജലമായിരുന്നു സന്നിധിയിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഉള്ള തീർത്ഥമായി മുൻപ് ഉപയോഗിച്ചിരുന്നതത്രേ. അനന്തപുരം ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് ഗുഹയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിലിൽ ഗണപതിയുടെ സാന്നിധ്യവുമുണ്ട്. പുരാതന കാലത്ത് ഇവിടെ കടുശർക്കര യോഗത്തിലുള്ള ഗണപതി വിഗ്രഹം ആയിരുന്നുവെന്നും പിന്നീട് അത് അഭിഷേകാദി കർമ്മങ്ങളാൽ വിരൂപമായതാണെന്നുമാണ് പ്രശ്നവിധിയാൽ തെളിഞ്ഞതത്രേ. മന്ദമന്ദം പണ്ടങ്ങു താണൊരു നേരത്തിങ്കൽ ആമയായി വന്നുയർത്തി ആദിതേയന്മാർ തന്റെ ആമയമെല്ലാം തീർത്ത ആദിനാഥ നമസ്തേ, ആദിനാഥ നമസ്തേ, ആദിനാഥ നമസ്തേ.